ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവക്കാഡോ വെച്ചുകൊണ്ടൊരു സ്മൂത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് അവക്കാഡോ, രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് നിലക്കടല, ഒരു 2-3 ഏലക്കായ, പിന്നെ കട്ടപ്പാൽ, പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ഐസ്ക്രീം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്തിയായ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡ്രിങ്കാണ്, എനർജി ഡ്രിങ്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അവക്കാഡോ, അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പൊക്കെ ഞാൻ എടുത്തിടുകയാണ്. ഒരു മീഡിയം സൈസിലുള്ള 3 അവക്കാഡോയാണ് ഞാൻ ഈ ജ്യൂസിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുപഴം ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്കായ ഇട്ട് കൊടുത്തു. കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ കട്ടപ്പാലാണ് ഇടുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കട്ടപ്പാലിൻ്റെ കട്ടകളാണ് ഇടുന്നത്. ഇനി കുറച്ച് ഐസ്ക്രീമും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത്രയും സൂപ്പറാണ്, പൊളി ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ കുടിക്കാനും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ അവക്കാഡോ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഹെൽത്തിന് നമുക്ക് വളരെ നല്ലതാണ് ഈ ജ്യൂസ്. നമുക്ക് ഇഫ്താറിനൊക്കെ എനർജി ഡ്രിങ്കായി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പൊള്ളി ഐറ്റമാണ്. അത്രക്കും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഞാൻ വല്ലാണ്ട് വലിച്ചു നീട്ടി പറയുന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.